ഹായ് ഹലോ ഗായ്സ്, എല്ലാവർക്കും T410 വ്ളോഗിലേക്ക് സ്വാഗതം. ഗായ്സ്, അപ്പം നമ്മളിപ്പോൾ ഉള്ള സ്ഥലത്തിൻ്റെ പേരെന്താണ് മമ്മേ? പിലാക്കാവ്. യെസ്, പീലാക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. എന്നാൽ ശരി, പിലാക്കാവ്. ശരി, എന്തെങ്കിലും ആവട്ടെ, എന്തായാലും ഒരു കാവാണ്. ഗായ്സ്, ഇപ്പം നമ്മൾ പിലാക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ഇപ്പോൾ കലാജാഥേൻ്റെ സമാപനമാണ് ഇന്ന്. അപ്പം മുമ്പ് നമ്മുടെ കലാജാഥേൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇത് സമാപനമാണ്. അപ്പം മാനന്തവാടി വെച്ചിട്ടാണ് നമ്മുടെ സമാപനം. അപ്പോൾ നമുക്ക് ഇന്നലത്തെ ലാസ്റ്റ് സമാപനം നമുക്ക് നമ്മുടെ പിലാക്കാവ് എന്ന് പറഞ്ഞ ഈ സ്ഥലത്തായിരുന്നു. അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മളിനി മാനന്തവാടി ഇന്ന് 2-3 സ്ഥലത്ത് നമുക്ക് കലാജാഥയുണ്ട്. അങ്ങനെ ഇന്നത്തോടെ നമ്മുടെ കലാജാഥ കഴിയുവാണ്. അപ്പോൾ ഇന്നേക്ക് 10 ദിവസമാണ് നമ്മുടെ കലാജാഥ തുടങ്ങിയിട്ട്. അപ്പോൾ എത്ര പെട്ടെന്നാണ് 10 ദിവസം പോകുന്നത് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല. നമ്മളവിടെ ട്രെയിനിങ്ങിന് ചെന്നു, ക്യാമ്പ് ഉണ്ടായിരുന്നു, നാടകങ്ങളൊക്കെ പഠിച്ചു, കലാജാഥ ചെയ്തു. ഇത്രയൊക്കെ ആയി നമ്മളിപ്പോൾ ഇതിൻ്റെ സമാപനത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതെ, നമ്മളെല്ലാവരും ഒരു വീട്ടിലാണ്, പിലാക്കാവ് എന്ന സ്ഥലത്ത് ഒരു വീട്ടിലാണുള്ളത്. ഈ സ്ഥലം എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയത് ഒരുപാട് കുന്നുകളാണ്. അതിൻ്റെ ഇടയ്ക്ക് തേയിലകളും ഉണ്ട്. കുന്നും പുറത്ത് നിന്ന് കുറേ കുന്നുകൾ. ഇവിടെ നിൽക്കുമ്പോൾ അപ്പുറത്തെ കുന്നിലേക്കാണ്, ഇപ്പുറത്തെ കുന്നിലേക്കൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ നമ്മുടെ വണ്ടി അവിടെ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്തിട്ട് ഇടവഴിയാണേ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ബാഗും തൂക്കി നടന്ന് വന്നത് ഇപ്പോൾ ഒരു വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മളിനി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞങ്ങളിത് രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് സാധനങ്ങളൊക്കെ ഇതേ പാക്ക് ചെയ്ത് എടുത്ത് വെക്കുകയാണ് അല്ലേ അമ്മേ? അപ്പം ഇന്നലത്തെ വ്ളോഗ് കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ വ്ളോഗ് കാണാത്തവരെ എന്തായാലും കാണണേ. അപ്പം നോക്കി നമ്മളിവിടെ സെറ്റായിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളവർ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. അപ്പം ഐശ്വര്യമായിട്ട് ആദ്യമേ പോയിട്ട് ഫുഡ് കഴിക്കാം. അപ്പം എന്തായാലും ഇത്രയും ദിവസങ്ങളിൽ ഞാൻ ഒന്ന് ഉറങ്ങിയത് സത്യം പറഞ്ഞ് ഇന്നത്തെ ഒരു ദിവസമാണ്. നന്നായിട്ട് ഉറങ്ങിയില്ല എങ്കിലും ഒരു ഇച്ചിരിയെങ്കിലും ഞാൻ ഉറങ്ങിയെന്ന് പറയുന്നത് ഈ ഒരു ദിവസമായിരുന്നു. ഒന്നും പറയണ്ട എൻ്റെ കൈസേ. ഉറക്കം ശരിക്കും പറഞ്ഞാൽ നമ്മൾ കിടക്കുന്ന സ്ഥലത്ത് കിടന്നില്ലെങ്കിൽ ഉറക്കം കിട്ടില്ല എന്ന് പറയില്ല. അതാണ് ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കുകയെ ആണ്. അപ്പോൾ സമാപനമൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാംസും പരിപാടികളൊക്കെ നമുക്ക് കാണണ്ടേ? തീർച്ചയായിട്ടും കാണണം. അപ്പോൾ ഇവിടെ നമ്മുടെ ജുവാന മമ്മ ബാഗൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതെ. അപ്പോൾ ഈ സ്ഥലം എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നമുക്ക് ഈ സ്ഥലം മുമ്പിൽ തന്നെ വാഴത്തോട്ടവും ഒക്കെ ഉണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും ഇല്ലേ? വണ്ടിയൊക്കെ വരുന്നതാണ് നമുക്ക് പേടിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ കാടാന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ പേടിയില്ല. അതുപോലെ ഇവിടെ വന്നപ്പം ഇതൊക്കെ കണ്ട് എനിക്ക് പേടിയാവുമാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കാണാം അല്ലേ? ലെറ്റ്സ് ഗോ. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. കയ്യിലെടുക്കണം. നമുക്ക് ഇവിടെ ഇരിക്കാം. ഹായ് ചെമ്പകപ്പൂക്കളോ, ഹായ് ഹായ് നോക്ക് ചെമ്പകം. ചന്ദന കളറോട് തന്നെ കാണേ. എന്താ മണം, നല്ല മണട്ടോ. നമുക്ക് പുളി ഇഡ്ഡലി ചമ്മന്തിയാണോ സാമ്പാറോ? വിളമ്പ് സാമ്പാറുണ്ട്, ചമ്മന്തിയുണ്ട്. എല്ലാവരും ഫുഡ് കഴിക്കുന്ന തരത്തിലാണ് കേട്ടോ. സ്ഥലമുണ്ട്, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഒരു എണ്ണം മതി കേട്ടോ. എനിക്ക് ചട്നി മതി മമ്മ. ആ ചട്നി തരാം. Let's eat food. കഴിച്ചു നോക്കാം. എല്ലാ ഗൈസുകളും ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാം. കട്ട വേണം ആർക്കെങ്കിലും? കട്ടൻ കൊടുക്കും.
ഒരു തുള്ളി പുറത്തുണ്ടെന്ന് ചായ കുടിക്കുകയാണ്. ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നിങ്ങളിവിടെ സർവീസിൽ ഇപ്പൊ സർവീസിൽ കിട്ടിയ ഒരു പയ്യുണ്ട് നാടകത്തിൽ സ്റ്റേജ് ഞാൻ 2 ഇഡലി ആദ്യമായിട്ട് കഴിച്ചു. അതിന്റെ വയറ് മോശം. ഞങ്ങൾ നൈസായിട്ട് നമ്മുടെ ശിവദാസ് അങ്കിൾ വന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. കുറച്ച് ലേറ്റ് ആയി പോയി. എന്നാലും അവളൊന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചായ ഫിനിഷ് ആക്കിയിട്ട് നമുക്ക് എഴുന്നേക്കാം അല്ലേ? നമ്മൾ ഇറങ്ങാൻ പോവാ. എന്നാൽ ശരി. എന്നാ ശരി. താങ്ക് യു. ഇത് പിടിക്കുമ്പോ ഞാൻ ഫോൺ അതിൻ്റെ ഉള്ളിട്ടെ. ഇത് അതിൻ്റെ ഉള്ളിൽ ഫോൺ അതിൻ്റെ ഉള്ളിൽ എല്ലാം എടുത്തില്ലേ? ഗായ്സ്, അപ്പം നമ്മളങ്ങനെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് അല്ലേ അമ്മേ? നമ്മളങ്ങനെ ഇറങ്ങുവാണ് ഗായ്സ്. ലെറ്റ്സ് ഗോ. എല്ലാവരോടും ഗുഡ് ബൈ ഒക്കെ പറഞ്ഞു. ഏകദേശം സമയം 9:06 നമ്മളത് ഇറങ്ങുന്നു. ചേട്ടനോട് പറയും ചെരുപ്പിടട്ടെ ഗൈസ്. ഷൂ ഒക്കെ അവസ്ഥയായി. ഇത് കണ്ടോ? വീട്ടിലുള്ള എല്ലാം കൊണ്ടുപോകാൻ പറ്റും. ഇവിടെ എല്ലാ സാധനങ്ങളും കണ്ടോ? ഇവിടെ മുഴുവനും ഗൈസ് കുന്നുകളാണ്. കുന്നുകളാൽ മൂടപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ ഈ കുന്നിൽ നിന്ന് ആ കുന്നിൽ ഇതാണ്ടോ ആ റോസൊക്കെ കാണുന്ന വീടുകളാണ്. റോസും വൈറ്റൊക്കെ കാണുന്ന വീടുകളാണ്. ഒന്ന് ആലോചിച്ചോട്ടെ, നമ്മളിപ്പോൾ ഒരു കുന്നിലാണുള്ളത്. നമ്മുടെ വണ്ടി കിടക്കുന്നത് അപ്പുറത്തെ കുന്നിലാണ് കിടക്കുന്നത്. കാണുന്നുണ്ടോ വണ്ടി? അവിടെ ഒരു വീട്ടിലുണ്ടായിരുന്ന കേട്ടോ. ഇപ്പോൾ ഒരു വണ്ടി എടുത്ത് ടൗണിലേക്ക് അങ്ങനെ പോയോന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ ഇറങ്ങുവാണ്. എല്ലാവരോടും നമ്മൾ ഗുഡ് ബൈ പറയുന്നുണ്ട്. അപ്പോൾ ശരി എന്നാ കാണാം. ചേട്ടാ നമ്മളിതേ ഇറങ്ങിട്ടോ. ഇവിടെ 2 പട്ടികളുണ്ട് കേട്ടോ. ഇവരൊക്കെ നമ്മൾ വന്ന സമയത്ത് ഭയങ്കര കുറയായിരുന്നു അല്ലേ മമ്മ? മോസ്റ്റായിട്ട് കുറയായിരുന്നു. പിന്നെ കുറയ്ക്കൊക്കെ ഒരു കുറവുണ്ട് അല്ലേ മമ്മ? നമ്മളിത്ര ഇറക്കത്തിലാണ് ഇറങ്ങുന്നത്. ഇന്ന് ഞങ്ങൾ വരായിരുന്നു. ഷോ അറിഞ്ഞിരുന്നില്ല അല്ലേ മമ്മ? ഇവിടെയും കുഴപ്പമുണ്ടായിരുന്നു അല്ലേ? പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല അല്ലേ? ഇതല്ലേ ഇവിടെയൊക്കെ ഫുൾ വാഴത്തോട്ടമൊക്കെയാണ്. കുറച്ച് കല്ലും അല്ലേ? വഴിയാകെ സീനാണ്. ഇതിലല്ലേ ഇന്നലെ ആ വണ്ടി കയറി വന്നേ വെള്ളിമൂങ്ങ അല്ലേ? ആ ചേച്ചി ഒരു ചേച്ചി കായ്സേ വെള്ളിമൂങ്ങയും കൊണ്ട് ചേച്ചിയെ സമ്മതിക്കണല്ലേ അമ്മേ? ഇഷ്ടപ്പെട്ടു പോയി. ഇത്രയും കുഞ്ഞു വഴി കൂടി വെള്ളിമൂങ്ങയൊക്കെ ഓടിച്ച് നമുക്ക് നടക്കുമ്പോൾ തന്നെ വീണു പോവുക. വണ്ടിയും കൊണ്ടൊക്കെ വരുമെന്ന് പറയുമ്പോൾ ഭയങ്കര ഇത് തന്നെ കേട്ടോ. അയ്യോ ശ്രദ്ധിച്ച് നടക്കണേ. ചെരുപ്പ് ഇതായി കഴിഞ്ഞാൽ നമ്മൾ നല്ല വീഴ്ച വീഴും. കല്ലും ഏതാ 10 ഏക്കറോ? അടിപൊളി 10 ഏക്കർ സ്ഥലം. ആ എല്ലാവർക്കും കൂടി അല്ലേ? 10 മക്കള് ആണോ? അവർക്ക് എല്ലാവർക്കും ആ ഫാമിലിക്ക് മുഴുവൻ അല്ലേ? ആ ഇവര് ഫുൾ ഫാമിലി ആയിട്ട് അല്ലേ? ആണോ? ഓ ചേട്ടൻ മരിച്ചു. നമുക്ക് എന്തായാലും ഫുഡ് കിട്ടിയാൽ മതി ഇല്ലേ മമ്മേ? അതെ, ഇത് വേണം അത് വേണം എന്നൊന്നും നമുക്ക് ആ അതന്നെ ഫുഡിന് പ്രശ്നങ്ങളൊന്നുമില്ല. അതെ അതന്നെ ചോറുകാർക്ക് ഇഷ്ടപ്പെട്ടു. ആ സത്യം അതന്നെ സത്യം. ഇവിടെ ഫുൾ കവുങ്ങുന്തോട്ടം അല്ലേ? വൈകുന്നേരം അല്ലേ? ആ ശരിയാ. ഇതുണ്ടോ കവുങ്ങുന്തോട്ടത്തില് നമ്മുടെ അക്കരയൊക്കെ ഉള്ള പോലെ അല്ലേ മമ്മേ? ശരിക്കും ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് താമര നടാം അല്ലേ? അടിപൊളിയായിരിക്കും അല്ലേ മമ്മേ? അയ്യോ നോക്കുന്ന വെള്ളച്ചെമ്പരത്തി കൊമ്പ് വേണോ? കൊമ്പ് വേണോ?
കൊമ്പ് പറിക്കാം. ചെറിയ കൊമ്പ് പോലെ. എന്തൊക്കെ ചെടികളോടുള്ള ക്രൈസ് ഒക്കെ പോയോ എനിക്ക്? ഇല്ല, ഞാനെല്ലാം മാറ്റി ഇങ്ങനെ എന്താ പറയാ. അത് പിന്നെ എവിടുന്നേലും കിട്ടും. ഹലോ, അങ്ങനെ പറയരുത്. അയ്യ, അങ്ങനെ ചിന്തിക്കില്ല പൊട്ട. എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാ എന്ത് നമ്മൾ എന്തെങ്കിലും കണ്ട അപ്പൊ തന്നെ ഇത് കാശ് നോക്ക്. തേനീച്ച തേന് കുടിക്കുമായിരുന്നു. ചെറുതായിട്ടൊരു മണം ഉണ്ട് കേട്ടോ. പേരപ്പൂ ആദ്യമായിട്ട് മണക്കുന്നത്. ഇത്രയും പേരത്തോട്ടത്തിലുണ്ടായിട്ട് പേരപ്പൂ ആദ്യമായിട്ട് മണക്കുന്നത്. നല്ല മണല്ലേ? നല്ല മണം. ഇതുകൊണ്ടോ കാശ് ഇങ്ങനെ കുന്നിന്റെ മുകളിലാണ് വീടുള്ളത്. അമ്മ എൻ്റെ കഴുതയായിട്ട് നടക്കുവാണ്. എന്നെയും കൂടി ചുമക്കാൻ പറ്റിയെങ്കിൽ അമ്മ എന്നെയും കൂടി ചുമന്നേനെ. അതെ, നമ്മുടെ മുമ്പിലുള്ള ഗ്യാങ്ങുകളൊക്കെ ഇത് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ ഇത് ടീംസായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെ, നമ്മളങ്ങനെ നടക്കും അല്ലേ മമ്മേ? അതെ. എൻ്റെ ദൈവമേ, ആ കുന്നിൽ നിന്ന് ഇപ്പുറത്ത് കുന്നിലേക്ക് വന്നപ്പോഴേക്കും നമ്മൾ ടോട്ടലി ഗൈസ് ഗെറ്റ് ടയേർഡായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ക്ഷീണമുണ്ട്. ഹായ് പറഞ്ഞോ. പിള്ളേർ അടിപൊളി. നമുക്ക് ഹായ് വേണ്ട തോന്നുന്നു. അയ്യോ, ഡി ഫോർ ഡയാന വ്ലോഗ് നോക്കണേ. അടിപൊളി. അങ്ങനെ നമ്മളത് ഇപ്പുറത്തെ കുന്നിലേക്ക് എത്തി. നമ്മളത് വീട് ചെയ്തായിരുന്നു അമ്മേ. നമ്മുടെ വീട് ചെയ്തായിരുന്നു അതല്ലേ? മുകളിലത്തെ അതല്ലേ ഗായ്സ്. നമ്മുടെ വണ്ടി കിടക്കുന്നു. നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വന്നത്. ആ വീടിന് തൊട്ട് മുകളിലത്തെ വീട് കണ്ടോ? അവിടെ ചെടി കാരണം കാണുന്നില്ല. ആ ചാക്കൊക്കെ ഇരിക്കുന്നതിന്റെ അവിടെ. അവിടെ ഇതേ നമ്മുടെ വണ്ടി കണ്ടോ? നമ്മളതിന് ഇപ്പുറത്തെ കുഞ്ഞിന് നമ്മുടെ വണ്ടി നിർത്തിട്ടേക്കുന്നുണ്ടായിരുന്നു. യെസ്, അപ്പൊ നമ്മളിനി നമ്മുടെ വണ്ടി കയറാൻ വേണ്ടി പോവാണ് അല്ലേ മമ്മേ? അമ്പാ, എന്തായാലും ഇവിടെ വന്നൊക്കെ ഒരു അടിപൊളി അനുഭവമായില്ലേ അല്ലേ മമ്മേ? ഇത് കണ്ടോ നമ്മുടെ വണ്ടി. നമുക്ക് ഇവിടുന്ന് ഷോർട്ട് കട്ട് ചാടി അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ നമുക്ക് വണ്ടി എന്തായാലും നമ്മുടെ ഇവിടേക്ക് വന്നിട്ട് നമുക്ക് കയറാമെന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അയ്യോ, ഓനോ, ഇതേ ഒരുത്ത് നമ്മുടെ പുഞ്ചിരീനെ പോലെ ഒരുത്തന്നെ. അയ്യോ, പുഞ്ചിരീനെ പോലെ ഉണ്ട്, പക്ഷെ കളറ് വേറെയാന്നുള്ളൂ. ഫോണൊക്കെ എടുത്തല്ലോ, എല്ലാം എടുത്തില്ലേ? ചാർജറും നമ്മുടെ രണ്ടിൻ്റെ ഫോണുണ്ട്, എടുത്തിട്ടായിരുന്നു ഞാൻ. വേണ്ടോ, നമ്മുടെ വണ്ടി ഇത് വേറൊരു വീടിൻ്റെ മുറ്റത്തായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതേ വണ്ടി നമ്മുടെ ഇന്നത്തെ കലാജാഥയുടെ ലാസ്റ്റ് യാത്രയാണ്. ലാസ്റ്റ് അല്ല, ഈ പ്രാവശ്യത്തെ ലാസ്റ്റ്. അതെ, ഇന്നത്തെ ലാസ്റ്റ് യാത്ര. ശരിയാ, ലാസ്റ്റ് എന്ന് പറയരുത് ഇല്ലേ വന്നാൽ? ഇല്ലില്ല, നമ്മൾ ഇനിയും തുടങ്ങും. അത് തന്നെ. സ്റ്റേറ്റിൻ്റെയോ? 37? ഓ, അടിപൊളി. പോവല്ലേ? പോവാം. വണ്ടി വന്നിട്ട് പോലെ അങ്ങോട്ട് പോയി കയറണോ? ഇത് കണ്ടോ ഗൈസ്, എന്ത് രസമല്ലേ ഈ കുന്നുകളൊക്കെ കാണാൻ. എന്തായാലും ഈ സ്ഥലമൊക്കെ ഭയങ്കര അത്ഭുതകരമായ സ്ഥലം തന്നെയാണ് ഗൈസ് അല്ലേ? ഇത്രയും കുന്നുകളുടെ മുകളിലൊക്കെ ഓരോരോരോ വീടുകളില്ലേ മമ്മേ? അതാണ് നമുക്ക് ഭയങ്കരമായിട്ട് അത്ഭുതമായി പോയിരുന്ന സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവിടെയൊക്കെ വഴികളും ഉണ്ട്, അതിനനുസരിച്ച് വണ്ടികളും സ്കൂട്ടിക്കൊക്കെ വരാം. ഞാൻ കണ്ടോ വെള്ളിമുഖം ഉണ്ട്. ഇത് കണ്ടോ, നമ്മുടെ വണ്ടി മോസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. പാവം. കണ്ണടച്ച് തുറന്നപ്പോഴേക്ക് രാവിലെ ആയില്ലേ? എൻ്റെ ലാസ്റ്റ് ഞങ്ങളാണ് ഗൈസ് കയറാൻ പോകുന്നത്. കയറാം. ഷോളൊക്കെ എടുത്തായിരുന്നില്ലേ മമ്മ? ഇപ്പൊ എല്ലാരും വണ്ടിയിൽ കയറി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ യാത്ര
തുടങ്ങാൻ വേണ്ടി പോവാം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മളിത് നമുക്കിനി യാത്രയിൽ നമുക്ക് നമ്മുടെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് നൈസായിട്ട് പോവാം അല്ലേ മമ്മേ? അല്ലേ? ഹലോ ചെറുതായിട്ട് വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. വെയിലില്ല, നല്ല ചൂടാണ്. വെയിലിന് ചൂട് തന്നെ ചൂട്. അയ്യോ നല്ല എത്ര രാവിലെ അത് തന്നെ സത്യം. ഇനിയിപ്പോൾ ഈ കുന്ന് മുഴുവൻ നമുക്ക് കണ്ടോ? ആ കുന്നല്ല വലിയ ആ കുന്നിന്റെ മുകളിലൊരു വീട്. ഒന്നുമല്ല വീടല്ലേ? എന്നാണ് നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടിട്ടുകൊണ്ടിരിക്കുന്ന കുറേ കാഴ്ചകളാണ് ഇവിടെ വന്നപ്പോൾ. ഇടുക്കിയിലെ പോലെയൊക്കെ ഉണ്ട്. ഇടുക്കിയിലെ പോലെ. വയനാട്, അതെ വയനാട്ടില് എനിക്ക് അറിയത്തില്ല. മാനന്തവാടി മേഖലയാണല്ലേ? അതെ അതെ അതെ. ഓക്കേ. അപ്പോൾ നമ്മളങ്ങനെ യാത്ര പോവാണ്. അപ്പോൾ ഇനി അത്ഭുതകരമായ കുറേ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ക്യാപ്ചർ ചെയ്ത് കാണിച്ചു തരും ഗൈസ്. ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ മല ഇറങ്ങി വരികയാണ്. ഒരു ഒന്നൊന്നര വ്യൂ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. കാണുന്നുണ്ടോ? എന്ത് രസമാണ്. ഫുള്ള് തേയിലകളോട് മുഴുവൻ എന്താ പറയുക, കുന്നുകളിങ്ങനെ നിറഞ്ഞിങ്ങനെ കിടന്നിട്ട് നല്ല രസമാണ് കാണാൻ അല്ലേ? നല്ല രസമാണ്. എനിക്ക് ഇറങ്ങി ഓടിച്ചിട്ട് കാണാൻ തോന്നുന്നു. അതിൻ്റെ പൊക്കത്ത് വീടുകളും കാഴ്ചയൊക്കെ നമുക്ക് മിസ്സായി പോകും. ക്യാമറ കയ്യിൽ നിന്നിട്ട് എടുത്തില്ലെങ്കിൽ ഭയങ്കര മോശമല്ലേ? അതെ, ഇപ്പുറ സൈഡിൽ ഒരുപാട് തേയിലകൾ, അപ്പുറ സൈഡിൽ നിറച്ച് തേയിലകൾ. എല്ലായിടത്തും തേയിലകളാൽ എന്താ പറയുക നിറഞ്ഞു കിടക്കല്ലേ വന്ന അടിപൊളി. കാണുവാനാണെ കുറേ ഉണ്ട്. ഇത് കുറച്ചൊന്നുമില്ല, ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. മുഴുവൻ തേയിലയല്ലേ? ചായത്തോട്ടാണ് മുഴുവൻ. ക്യാമറയേക്കാൾ ഇഷ്ടം കണ്ണുകൊണ്ട് പറഞ്ഞ അല്ലേ? ക്യാമറയിൽ ക്യാമറയിലെ രസമല്ല, പക്ഷെ അതിലും രസം നമ്മൾ കണ്ണും കൊണ്ട് കാണുന്നുണ്ട്. അയ്യോ അടിപൊളി. എൻ്റെ മമ്മേ സൂപ്പർ സൂപ്പർ. ഗായ്സ്, ഇപ്പം നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ കാട്ടിക്കുളം എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പം കാട്ടി വീണ കുളമായിരിക്കും, അതായിരിക്കും കാട്ടിക്കുളം എന്നുള്ള പേര് വന്നത്. ഞാനിവിടെ +1 പഠിക്കുന്ന സമയത്ത് ഇവിടെ മിമിക്രി ചെയ്യാൻ വേണ്ടി ഇവിടെ കാട്ടിക്കുളം സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അങ്ങനെയാണ് കാട്ടിക്കുളത്തിന് ആദ്യമായിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ കലാജാഥ എന്ന് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാട്ടിക്കുളത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാടൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. കാടിനൊന്നും വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ. നമ്മുടെ വണ്ടിയിലേക്ക് ഗായ്സ് ഒക്കെ വരുന്നുണ്ട്. ആ പറഞ്ഞ പോലെ നീ ഈസ്റ്റർ ആണല്ലോ അല്ലേ? ഓഫ്, ഞാൻ മറന്നു. ഹാപ്പി ഈസ്റ്റർ ഗൈസ്, ഹാപ്പി ഈസ്റ്റർ. അപ്പം നമ്മളിത് വണ്ടിയിലിരിക്കുകയാണ്. നമ്മളിവിടെ കലാജാഥ അവതരിപ്പിക്കേണ്ടി വരും ഗൈസ്. സ്റ്റാൻഡാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ നിർത്തിയിട്ടായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നില്ല അമ്മേ? എനിക്ക് എല്ലാ സ്ഥലങ്ങളും സത്യം പറഞ്ഞ ഒരേപോലെ തോന്നുന്നത് അല്ലേ? മാനന്തവാടിയും കൽപ്പറ്റയും മീനങ്ങാടിയും ഒക്കെ പോലെ തന്നെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ ശരിക്കും കൽപ്പറ്റ തന്നെ. ഇവിടെ നോക്ക്, സൂര്യനാഗത്തിന്റെ അങ്ങോട്ടേക്ക് പോകുന്നില്ലേ? നോക്ക്, ശരിക്കും അതേപോലെ തന്നെ തോന്നുന്നു. വണ്ടി ഇവിടെ സൈഡാക്കുന്നുണ്ട്. അപ്പം നമ്മളിവിടെ ചെയ്യുമായിരിക്കും. അപ്പം നോക്കാം ഗായ്സ്. അപ്പോൾ നമ്മളിത് കാട്ടിക്കുളം എന്ന സ്ഥലത്താണുള്ളത്. അപ്പം നമ്മളിത് ഇവിടെ വണ്ടി നമ്മൾ സൈഡാക്കിയിട്ടുണ്ട്. അപ്പം നമുക്കിനി അടുത്ത പ്രോഗ്രാം വള്ളിയൂർക്കാവ് ടെമ്പിളിലല്ല, വള്ളിയൂർക്കാവ് വെച്ചിട്ടാണ്. അപ്പം നമുക്ക് 4 മണിക്കാണ്. ഇപ്പം സമയം നോക്കട്ടെ, 11:42 ആയിട്ടുള്ളൂ. അപ്പം നമ്മൾ അത്രയും നേരം വെറുതെ ഇരിക്കണ്ടേ? അപ്പം നമ്മളിതൊക്കെ ഇവിടെ ഒരു പാർട്ടി ഓഫീസ് തോന്നുന്നു. അപ്പം നമ്മൾ വീടാണോ എന്ന് അറിയത്തില്ല കേട്ടോ. വീടാന്ന് തോന്നുന്നു. അപ്പം നമ്മളിത് എങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി 4 മണി വരെ ഇവിടെ റെസ്റ്റാണ്. അതിനിടയ്ക്ക് നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ പോകണം. നമ്മളിപ്പോൾ കാട്ടിക്കുളത്ത് പ്രോഗ്രാം അവതരിപ്പിച്ച് കഴിഞ്ഞു. അവിടെ സ്കൂളിലാണ് ഞാൻ നാടോടിനൃത്തത്തിനും മിമിക്രിക്കും പോയിട്ടുണ്ടായത്. നാടോടിനൃത്തത്തിനാണ് ഞാൻ മറന്നു കേട്ടോ. ഇവിടെ തൊട്ടടുത്ത് വീടുകളൊക്കെ ഉണ്ട് കണ്ടോ. അപ്പോൾ നമ്മളിനി കയറാട്ടോ. ഉണ്ടോ
കണ്ട ഒരു പ്രോഗ്രാം ആയിട്ട് അപ്പൊ നമുക്ക് വീട്ടിൽ കയറാം റെസ്റ്റ് എടുക്കാലോ. കട്ടിലൊക്കെ ഉണ്ടോന്ന് ഉറങ്ങാല്ലേ. ഗായ്സ് നമ്മൾ ചിലപ്പോൾ കഴിച്ചിട്ടതാ നമ്മുടെ റൂമിൻ്റെ ഉള്ളിലേക്ക് കഴിച്ചിട്ടു. വാവ്, കട്ടിൽ കണ്ടാ പിന്നെ ഞാൻ ഫ്ലാറ്റാ. അമ്മേ നല്ല ക്ഷീണം. ഈ മുല്ലപ്പൂവിന്റെ പോലത്തെ മണം വരുന്നല്ലോ. കാല് പിടിച്ചു. കാഴ്ചകളൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഓ, ഇവിടെ ഒരു കണ്ണാടിയൊക്കെ ഉണ്ടല്ലോ. അതെ, ബാത്റൂമുണ്ട്. ഓ, നല്ല കാര്യം അമ്മ. സമാധാനം. ആ 4 മണിയല്ലേ സമയം. എന്തോരം നേരം നമ്മളിവിടെ വായും പിടിച്ചിരിക്കണം അല്ലേ. നമുക്ക് റീൽസൊക്കെ ചെയ്തിവിടെ അങ്ങനെ ഇരിക്കാം അല്ലേ. എത്ര ഇന്നലെ എടുത്ത റീൽസ് എല്ലാവരും ചെയ്യാം. വണ്ടീൻ്റെ മുമ്പും ചെയ്യുന്നുണ്ട്, ആരും ചെയ്തില്ല. ആ ഫാനിൻ്റെ സ്വിച്ച് എവിടെ ഓണാക്കുന്ന പോലും. ആ തിരിഞ്ഞ് സമാധാനമായത്. നമുക്കെല്ലാവർക്കും ഇവിടെ റെസ്റ്റ് എടുക്കാം. അമ്മേ, ചിന്താവിഷ്ടയായിരിക്കുകയാണല്ലോ. നല്ല ക്ഷീണം. വെയിലും അല്ലേ, നല്ല വെയിലും. നോക്കട്ടെ ഗായ്സ്, അങ്ങനെ നമ്മളൊരു മയക്കൊക്കെ മയങ്ങി കഴിഞ്ഞ് നമ്മളിതേ ഇവിടുന്ന് പോവാ കേട്ടോ. പൊരിഞ്ഞ വെയിലാണേ. എൻ്റെ ദൈവം, എന്തൊരു വെയിലാണ് അമ്മേ. കണ്ടോ, വേഗം. ആ ഭാഗ്യം, വണ്ടി ഇവിടെ തന്നെ ഉണ്ട്. വണ്ടിക്കുള്ളിൽ കയറാൻ പോട്ടോ. ഫുഡ് കഴിക്കാൻ പോകാൻ തോന്നുന്നേ. ആ വണ്ടീൻ്റെ ഉള്ളിൽ കയറട്ടോ. അത് ഞാൻ നിന്നെ കിട്ടാത്തപ്പോ അടുത്ത ആളെ വിളിച്ചു, അയാൾ കിട്ടപ്പോ അടുത്ത ആളെ വിളിച്ചു. അവന്റെ ഫോണ് ബിസിയായിരുന്നു. പറഞ്ഞു വിട്ടത് ഞങ്ങൾ അവിടെ തണുത്ത് കൊണ്ടിട്ട് പോവാ. ഫുഡ് കഴിക്കാനൊന്നും അപ്പോൾ അയ്യോ മടുത്തു പോകുന്നു ഭയങ്കരമായിട്ട്. പറ്റുന്നില്ല കേട്ടോ, അത്രയ്ക്കും ടയേർഡാവുമ്പോ. അയ്യോ എന്തൊരു വെയിലത്. ആർക്കറിയാം, എനിക്ക് വിശക്കുന്നുണ്ട്, ഞാൻ ഇറങ്ങും. അങ്ങനെ വെറുതെ സമയം ലാഗിയില്ല. വെയിലായിട്ടൊരു രക്ഷയില്ല. വേഗം തണലത്തേക്ക് ചേരാൻ നോക്കാം കേട്ടോ. ഓ ഇതുണ്ടോ, നമ്മളിത് ഈ ഒരു ഹോട്ടലിലെ ഫുഡ് പറഞ്ഞാൽ നമ്മളിങ്ങോട്ട് കയറുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും കൈ കഴുകിയിട്ട് ഉറപ്പിക്കാൻ നോക്കാം. മുടിയൊക്കെ കഴിഞ്ഞില്ലേ. വരുന്നില്ലേ? ഹലോ, വരുന്നില്ലേ? ഹലോ, എവിടെ ഇരിക്കും? നമുക്ക് സൈഡിലിരിക്കാട്ടോ. നമുക്ക് ഇവിടെ ഇരിക്കാം. ഇവിടെ എനിക്ക് ഞാൻ ജസ്റ്റ് തോന്നുന്നുണ്ട് ഇവിടെ ഇരിക്കാം. എന്തൊരു ആവിയാന്ന് പറഞ്ഞാൽ മോസ്റ്റ് ആവി, മോസ്റ്റ് ചൂട്. ഇവിടെ ഇരിക്കാം. ഇവിടെ വാ, വലിച്ചിടുന്നുണ്ട് കേട്ടോ. അതേ കാഴ്ചയെ നമുക്ക് ഇല കൊണ്ടിടാൻ വേണ്ടി പോവാണ്. അപ്പോൾ നോക്കി ഈ സീറ്റിന് തൊട്ടപ്പുറത്തൊരവസ്ഥ തന്നെ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, കുറച്ച് ഫുഡ് കാണിച്ചിട്ടേക്കും നിലത്ത്. അതുകൊണ്ട് അവരങ്ങോട്ടേക്ക് പോയിരുന്നു കേട്ടോ. ഓ വാവ്, നല്ല ഇലയിട്ടുണ്ട്. ഒരു ആന ഇലയാണ് കേട്ടോ എനിക്ക് കിട്ടിയിരിക്കുന്നത്. മോസ്റ്റ് വലിയതാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. വേണ്ട, അയ്യോ അതന്നെ എല്ലാവർക്കും ഇലയിട്ടിട്ടുണ്ട്. അയ്യോ എനിക്ക് ഈ ആവി മുഖത്തേക്ക് ചൂടടിച്ചിട്ട് ഒരു രക്ഷയില്ല അല്ലേ അമ്മ. നമ്മളിങ്ങനെ നമുക്കിവിടെ ചൂടിങ്ങനെ ആട്ടെ കണ്ണ് ഇങ്ങനെ പിടിക്കേണ്ട അവസ്ഥ. വീട്ടിലത്തെ വിളിക്കാൻ നമ്മൾ ഇങ്ങനെയാവും അല്ലേ. അതെ, ആ കണ്ണിങ്ങനെ ചോറും കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചോറാണോ കഴിക്കാൻ?
ചോറ് ചോറ് എന്തെങ്കിലും കഴിക്കാം. വിശക്കുന്നുണ്ട് അല്ലേ? സാധനം അച്ചാറോ? കുറച്ച് മതി കേട്ടോ, കുറച്ച് മതി. അയ്യോ വേണ്ട, മുഴുവൻ വേണ്ട, കുറച്ച് കേട്ടോ. ആ മതി മതി മതി. ഓ മതി. അയ്യോ മതി. കുറച്ച് നല്ല കുറച്ച് ഇച്ചിരി കൂടി ഇട്ടാൽ നിറച്ചും. ഓ ഇത്രയും ചോറ് ഞാൻ കഴിക്കണോ അല്ലേ അമ്മ? ഭീമേ ഞാനപ്പോൾ ആരാ? ഭീമനാവോ അല്ലേ അമ്മേ? എന്താ പറ്റിയമ്മേ? തട്ടി വീഴാൻ പോയി. ഈശ്വരാ, വഴിക്കാണോ കസേരയുടെ കൂടെ? അപ്പം അങ്ങനെയാണേ, തട്ടി വീഴാൻ പോകും. ഒരവസ്ഥയാണത്. കറികളൊക്കെ വരട്ടെ കേട്ടോ. ഈ ഫുഡ് നമുക്ക് കുളത്തിലായിട്ട് വിളമ്പി തരുന്നുണ്ട് കേട്ടോ. അടിപൊളി വളഞ്ഞിരിക്കുന്നു. ആ നല്ല രസമുള്ള മീനാന്ന് തോന്നുന്നു കേട്ടോ. മീൻ കാണുമ്പോൾ കഴിക്കാൻ തോന്നാം. ഇന്നലെ പറഞ്ഞ മീൻ വാങ്ങുള്ളൂല്ലേ? അല്ലേ പറഞ്ഞില്ലെന്നല്ലേ? ഞാൻ വാങ്ങി. മീനൊന്നുമില്ല, ചോറ് കഴിക്കാൻ പറ്റില്ല കാര്യമില്ല അല്ലേ അമ്മ? ഞാൻ ഓർത്തന്നെ മീനെടുക്കാൻ വരുവാണോന്ന്. ഫുഡ് കഴിക്കാം നമുക്ക്. വേണ്ട, മോസ്റ്റായിട്ടൊരു ഞാൻ എടുക്കാൻ പോവാണ്. മീനില്ലാതെ എന്ത് ചോറല്ലേ? കഴിക്കൂ. രസമുണ്ടോ? രസമുണ്ടല്ലേ? അന്ന് വിട്ട് നോക്കണേ. കാലി എല്ലാം കാലി. ബീഫുണ്ടോ ചോയ്സ്? ബീഫ് ചോറെല്ലാം കൂടെ തിന്ന് ഞാനിപ്പോൾ പൊട്ടിത്തെറിച്ച് പോകും. വെള്ളം കുടിക്കും. ഇതൊക്കെ അതെങ്ങനെയാണ് തീർത്തിട്ട് അങ്ങോട്ട് വരാം. ഫുഡ് കളഞ്ഞു ഞാൻ. കൂട്ടുള്ള എല്ലാവരും പോയി. നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും നമ്മൾ ഇട്ടേച്ച് പോയിട്ടോ. നമ്മൾ വേഗം കഴിക്കട്ടെ. അങ്ങനെ ചോറ് മുഴുവൻ എനിക്ക് ആ അങ്കിള് വിളമ്പി തന്നപ്പോഴേ തന്ന ചോറ് എനിക്ക് കളയാൻ എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഞാൻ മുഴുവൻ ഫുഡ് ഞാൻ കണ്ണടച്ച് തിന്നു. വെള്ളം കൂടെ കുടിക്കും. നല്ല ചൂടുകളാണ്. നമ്മുടെ വീട്ടിലെ വെള്ളം പോലെ ഉണ്ട്. ഉള്ളിയൊക്കെ എനിക്ക് മതിയായിട്ടോ. ഉള്ളിയൊന്നും ചെറുതായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളൂ. അങ്ങനെ നല്ല വൃത്തിയുള്ള ഇല കഴിച്ചില്ലെന്ന് പറയില്ലല്ലോ. അപ്പം എൻ്റെ ഇലക്ക് എത്ര മാർക്കാണ് കഴിച്ചെന്ന് ഇടാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇടുക അല്ലേ മമ്മേ? ഗ്ലാസ് എൻ്റെ പിടിക്കും. അമ്മ എനിക്കിനി നടക്കാൻ പറ്റുമെന്ന് അറിയില്ല. അമ്മ എനിക്കൊന്ന് കിടക്കണം. ചേട്ടനാണ് എല്ലാവരും നിർബന്ധിക്കല ചോറ് തിന്നു പറഞ്ഞിട്ട്. കൈ കേട്ടോ. അങ്ങനെ ഇവരൊക്കെ കൂടി എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു ഫുഡ് കഴിച്ച് വരാൻ വേണ്ടി. പിന്നെ ഫുഡ് മോസ്റ്റായിട്ട് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാൻ പോകാം കേട്ടോ. എൻ്റെ മമ്മേ അമ്മേ ഇപ്പം ഞാനൊന്ന് അവിടെ കിടക്കുകയും ചെയ്തേനെ. എന്നത്തേക്കാളും ഏറ്റവും കൂടുതൽ ഇന്നാണ് വേർക്കുന്നത് മമ്മ. നമ്മളിനി പോവാണ്. നമ്മള് വള്ളിയൂർക്കാവ് ടെമ്പിളിന്റെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ?
നമ്മുടെ വള്ളിയൂർക്കാവെത്തിയിട്ടുണ്ട്. ഇത് ഉത്സവം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായിരുന്നു. ഷോപ്പ് ഫിലിമിന് പോയില്ലേ ആ സമയത്ത്. പക്ഷേ ഇതെന്താ ചോദ്യം ചോദിക്കുന്നത്? അടിപൊളി ഉത്സവപ്പറമ്പ് നിറച്ചും നമ്മുടെ എന്താ പറയുക ഊഞ്ഞാലും അതും ഇതൊക്കെ ആയിരുന്നു. അപ്പം അതിൻ്റെ പൊടിപടലങ്ങളൊക്കെ നമുക്ക് ആ പറമ്പിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. വയലിലാണ് ഫുള്ള് കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മളിവിടെയാണ് ഇനി അടുത്ത കലാജാഥ നമ്മൾ ചെയ്യാൻ പോകുന്നത്. എവിടെയാണ് ഒറ്റ മനുഷ്യക്കുട്ടി പോലും ഇല്ലാത്ത സ്ഥലത്തോ എടുക്കുന്ന പൈസ. അപ്പം നമ്മുടെ കലാജാഥ കുറച്ച് സമയത്തിന് ശേഷം സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ കാത്തിരുന്ന് 4 മണിയാവാനായിട്ടുണ്ട്. നമ്മളിപ്പോൾ വള്ളിയൂർക്കാവിൻ്റെ തൊട്ടടുത്തെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ ഉത്സവം കഴിഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും അഴിച്ചു പറിക്കൊണ്ട് പോകുന്ന ഒരു തിരക്കിലാണല്ലോ. അയ്യോ അതെ, അവരൊക്കെ താമസവും ഫുഡും എല്ലാം ഇവിടെ തന്നെയാണ്. കണ്ടോ കുറേ പിള്ളേർ, അവരൊക്കെ നോർത്ത് ഇന്ത്യൻസ് ആണെന്ന് അല്ലേ? നമ്മൾ ഈ ബലൂണൊക്കെ വിൽക്കുന്ന അവരല്ലേ ഗൈസ്? അല്ലേ, അവരത് അഴിക്കലും പെറുക്കലും ഫുഡ് കഴിക്കലൊക്കെയാണ്. ഇവിടെ ജെയിൻ വീൽ മോസ്റ്റ് നമ്മുടെ നെട്രപ്പാലം കഴിച്ചിട്ട് ആ കാണുന്നത് നമ്മുടെ കലാജാഥ ഇവിടെ നമ്മളെവിടെയാണ് ചെയ്യാൻ പോകുന്നത്? അമ്പലത്തിന് തൊട്ടടുത്തില്ലേ അമ്മ? പൈസ ആവി എടുത്തിട്ട് ഒരു രക്ഷയില്ല ആവി എടുത്തിട്ട് ആയുസങ്ങളെല്ലാം അവിടെ ഇരിപ്പുണ്ട്. ഇപ്പം തന്നെ നമ്മൾ ഇറങ്ങും. തലവേദന എടുക്കുക. ഇതിലുമേറെ പണ്ടു ഞങ്ങൾ പൊരുതി നിന്നതാ, വീണിടത്തു നിന്നെണീറ്റുയർത്തു വന്നില്ല ഞാന്. അതെ വള്ളിയൂർക്കാവ് പ്രോഗ്രാം അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് കണ്ടത്. ഇപ്പം കഴിഞ്ഞാണ് മടുത്തു. ഞങ്ങൾ നല്ല ടയേർഡായിരുന്നു. ഇവിടെ അവതരിപ്പിച്ച ആൾക്കാർ നല്ല സാധനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. സത്യം പറഞ്ഞാൽ ഇവിടെ വെറുതെ നമ്മൾ അവതരിപ്പിച്ചതാണ് കേട്ടോ അല്ലേ അമ്മേ? ഇനി ഒരു സ്ഥലത്തും കൂടി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക്. അതെ, വീട്ടിൽ പോവാലോ, വീട്ടിൽ പോവാലോ. കണ്ടോ നന്ദേട്ടൻ വരുന്നുണ്ടോ? അയ്യോ പാവം, ഒന്നാമത്തെ വയ്യ, എന്നിട്ടാണ് ഇത്രയും വല്ലംപണിയൊക്കെ ചെയ്യുന്നത്. അയ്യോ ഇവിടെ ബിന്ദു ചേച്ചി, അയ്യോ പാവം ബിന്ദു ചേച്ചിയല്ല, ബിന്ദു ആൻറ്റിയാണ്. ഇതേ വയ്യാതായി ഉറങ്ങി. ഇവിടെ ഇന്ന് ചെയ്തിട്ട് കാലിന് തീരെ വയ്യാതെ ആള് സീനാണ്. അയ്യോ ഉറുമ്പുണ്ട നോക്ക്, ഉറുമ്പുണ്ട നോക്ക്, എൻ്റെ ഇവിടെ ഉറുമ്പുണ്ട നോക്ക്. കേറിപ്പോയോ? അയ്യോ 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 ഗായ്സ്, ഗായ്സ് തിരിച്ചു പിടിക്കും. എന്റെ മേത്തിനിയുണ്ടോ? ഇല്ല. ഈ മരത്തിൽ ഹലോ എന്നെ കാണിക്കാലോ, എന്നെ കാണിക്കാലോ. ഇത് എന്നാ കാണിക്കുന്നേ? ഹലോ ലോഹായതുകൊണ്ട് ഉള്ളിൽ നമുക്ക് നോക്കാം. എന്റെ മമ്മ നീറും നമ്മെ കടിച്ചു കൊടുത്ത്. അവരെ പുഴു കടിച്ചു. എന്നെ പുഴുവല്ല, ഉറുമ്പാണ് കടിച്ചത്. ഒരു കറുത്ത ഉറുമ്പുണ്ട്. അമ്മേ എനിക്കവിടെ നീറുന്നു അമ്മേ. ഉണ്ടോ ചേച്ചിന്റെ കാലൊക്കെ ആകെ പണി. ഇവിടെ ഇന്ന് കളിക്കണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ വേദന വരുമ്പോ ശരീരം വേർത്തിങ്ങോട്ട് ക്ഷീണം വരിക. ആ ഇവിടെ ശരിക്കും നാടൻപാട്ട് പാടിയേ മതിയായിരുന്നു. എന്താ പറയാ, പോവാണ് എൻ്റെ ദൈവമേ. ഗായ്സ് അങ്ങനെ നമ്മൾ എരുമത്തെരുവ് എന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്, മാനന്തവാടി. ഇപ്പം നമ്മുടെ സമാപന സമ്മേളനം നടക്കുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. നമ്മളിപ്പോൾ ചായ കുടിക്കാൻ ഒരു കടയിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏതോ ഒരു കടയിൽ നമ്മുടെ ചായ മാത്രമേ ഉള്ളൂ കഴിയുന്നുണ്ട്. ചേട്ടൻ എഴുന്നേറ്റ് വന്ന് കഴിച്ചു. അടിപൊളി. പൊട്ടിയ ശരിയാണോ? കുഴപ്പമില്ല. ഇത് ഞങ്ങൾ തരുന്നു കേട്ടോ.
ഇപ്പം എന്നതാ തിന്നാന്ന് ചോദിച്ചു നോക്കാം. ഗായ്സ് ഞങ്ങൾ ലൈം സോഡ ഇവിടെ സന്ധ്യാൻ്റീനെ കാണുന്നുണ്ട് ഗായ്സ്. മിസ് ഇരിക്കട്ടെ വയ്യ. എന്നാലും സന്ധ്യേനെ കൂട്ടിയില്ലെങ്കിൽ എല്ലാവരും വന്ന് സന്ധ്യ വന്നില്ലെന്നേ. എവിടെ പോയി? ഗായ്സ് വെറൈറ്റി ഈത്തപ്പഴം പൊരിയാണെന്നൊക്കെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈത്തപ്പഴം പൊരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ അമ്മേ? ഈത്തപ്പഴം ചോക്ലേറ്റ് അല്ലേ? സന്ധ്യ വന്നിട്ടോ. എവിടെ പോയി? അവിടെ സന്ധ്യാൻ്റെ മിസ് കാണും. ബാത്റൂമിൽ എനിക്ക് പോകണ്ടായിരുന്നു. ഈത്തപ്പഴം പൊരി വാവ് ഗൈസ്. ഈത്തപ്പഴമുണ്ടോ? അമ്മ ഉറുമ്പൂടെ കടിക്കുന്ന തന്നെ. അതിന് ഉറുമ്പ് വിടാതെ കടിക്കുമോ? സമ്മതിദാനാവകാശം അരിവാൾ നക്ഷത്രം അടിയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് നന്മ ആനന്ദവാടികളുടെ വികസന കാലങ്ങളിലും നിങ്ങളും പങ്കാളികളാകുന്നതിനു വേണ്ടി മനസ്സാക്ഷിയുടെ അംഗീകാരം അരിവാൾ നക്ഷത്രം അടയാളത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 2-3 ചരിത്രം തിരിച്ച് എഴുതി. ഇപ്പൊ മാനന്തവാടിക്കാര് ഒന്ന് ബാക്ക് സ്റ്റേജിലാട്ടോ. ചരിത്രത്തിൽ ആദ്യമായി മാനന്തവാടിയിൽ ഒരു ഇടതുപക്ഷ MLA തുടർച്ചയായി ഒരേ മണ്ഡലത്തിൽ നിന്ന് 2 തവണ തെരഞ്ഞെടുക്കപ്പെട്ടത് സഖാവ് OR കേളുവാണ്. അത് മാനന്തവാടിയിലാണ്. അതുപോലെ തന്നെ 56 നവംബറിൽ കേരളം അന്നല് മതി, അതാ നല്ലത്. പേര് ഇട്ട് വെച്ചാ 4 ദിവസം കൂട്ടാം. എന്റെ നാളത്തിലെ ഡയലോഗ് പറഞ്ഞ കാഴ്ച. മീൻകടയുണ്ട്, മീൻകട തൊട്ടടുത്ത് മീൻ നമ്മുടെ വണ്ടി ജയലക്ഷ്മി മന്ത്രിയായിട്ടുണ്ട്. പക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആദ്യമായി വയനാട്ടിൽ മന്ത്രിയാകുന്നത് OR അതും ഒരു ചരിത്രം തന്നെ, മനസ്സിലാക്കാർക്ക് ചെയ്ത ഒരു ചരിത്രം തന്നെയാണ്. അതുപോലെ തന്നെ ഒരു ചരിത്രമാണ് 57-ലെ ഒന്നാം ഗവൺമെന്റ് മുതൽ 8 തവണ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ മന്ത്രിസഭയുണ്ടാക്കി. 57-ലെ മന്ത്രിസഭയുണ്ടാക്കി. 67 പ്രോപ്പർട്ടീസ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിട്ട്. 80-ൽ നായനാർ മന്ത്രിസഭയുണ്ടാക്കി. 87-ൽ നായനാർ മന്ത്രിസഭയുണ്ടാക്കി. സാധനം 96-ൽ നായനാർ മന്ത്രിസഭയുണ്ടാക്കി. നമുക്കിത് മൊമെന്റോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടോ ഡയാന ബത്തേരി കണ്ടോ മമ്മേന്റെ മോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. മമ്മേന്റെ യുവാനെ ഫോട്ടോ കാണുന്നില്ല. അയ്യോ സ്കൂട്ടി കൊണ്ട് നമ്മുടെ കേക്ക് അടിക്കാൻ പറ്റുന്നില്ല. ഇത് കണ്ടോ മോസ്റ്റ് അമ്മ എടുക്കുന്ന വീഡിയോ എടുക്ക്. കണ്ടോ ഗായ്സ് നമ്മുടെ മൊമെന്റോ. അമ്മേന്റെ മോസ്റ്റ് ആയിട്ട് കാണിക്കും. ഇവിടെ നിൽക്ക് സാഹിത്യ സംഘത്തിന്റെ വാക്കുകളുണ്ട് ഗായ്സ്. ഗായ്സ് കണ്ടോ ഞങ്ങളുടെ ജില്ലാ ക്യാപ്റ്റൻ പ്രിയപ്പെട്ട ശിവദാസ് പടിഞ്ഞാറ്, നമുക്ക് നാടകങ്ങളും വികാസ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായിട്ടുള്ള ശിവദാസ് പടിഞ്ഞാറ്. അത്ഭുത സിദ്ധി കാണിച്ചാൽ അവിടെ ക്യാമറ തിരിക്കി ഡ്രൈവറിന് ശരിക്കും പെട്ടി വെച്ചോ. ഗായ്സ് നമ്മളപ്പോ ശരിക്കും അഭിനയിക്കാൻ താർക്കാൻ വേണ്ടി പോവാം. വയനാട് മുണ്ടകയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടൽ 19 മണിക്ക് വളരെ രണ്ടാമത്തേത് ചൂരൽമല സ്കൂളിന് സമീപം 4 വരെയായി 41 തവണ വീടുകൾ സ്കൂളുകൾ തകർന്നതായി വെള്ളം ഭീഷണിയും ചൂരൽമലയിലോ നായകോട്ട സാധ്യമാണ് ഇന്നലെ രാത്രി എത്ര സന്തോഷം
നമ്മുടെ സമാപനം നമ്മളങ്ങനെ തകർത്ത് അടിപൊളി ആക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് ബാത്റൂമിൽ പോകണം. അതാണ് അടുത്ത കാര്യം. വാ ഉള്ളിൽ പോനാ വാ. അതെ മേലൊക്കെ ഇട്ടിട്ട് ആകെ ഒരു രക്ഷയില്ല കേട്ടോ. ഹോട്ടലാന്ന് തോന്നുന്നു. കുറെ ബാത്റൂമുണ്ടോ? അയ്യോ ഇവിടെ ലൈറ്റ്. അയ്യോ ലൈറ്റ് ഇല്ല. ഇതാണോ? ഇവിടെ വലിയ ആനയ്ക്ക വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ട് ഞങ്ങളിപ്പോൾ വന്നുകൊണ്ടില്ലേ ഇവിടെയുള്ളൊരു കടയിലാണ് ഞങ്ങളിപ്പോൾ ബാത്റൂമിൽ പോകാൻ വേണ്ടി വന്നത്. എന്തൊരവസ്ഥയാണ്. ടൗണിലൊന്നും ഒരു ബാത്റൂം വലിയ കേമത്തിന് വേണ്ട ആനയ്ക്ക അക്ഷരത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ബാത്റൂമിൻ്റെ ഉണ്ട കുഴിയത് വേണ്ട, ആണുങ്ങൾക്ക് മാത്രം പോയാൽ മതി, പെണ്ണുങ്ങൾക്ക് പോകണ്ട. എനിക്കിത് കാണുമ്പോഴാണ് നല്ല ദേഷ്യം. ബാത്റൂം ഒരു സ്ഥലത്തുമില്ല. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇന്ത്യൻ കോഫി ഹൗസിലേക്ക് നിൽക്കുകയാണ് ആലപ്പാടി. അപ്പോൾ നമ്മളിനി ഗായ്സൊക്കെ ആയിട്ട് ഇനി പിരിയാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഏതെങ്കിലും കാലത്തൊക്കെ എല്ലാവരെയും കാണും. കോറൊക്കെ അടിപൊളിയാന്ന് പറഞ്ഞത്. പോകണ്ടായിരുന്നു, ഭയങ്കര ട്രാഫിക്കായി കിടക്കുകയാണ് ഗൈസ്. നമുക്ക് വീട്ടിലെത്തിയല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ബസ്സിന് പോകേണ്ട വരും അവസ്ഥയാണ്. ഗൈസ് പൊറോട്ട വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പൊരി 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 പൊറോട്ട. നല്ല ചൂടുണ്ട് പൊറോട്ടയ്ക്ക്. പൊറോട്ട മോശമായിട്ടുണ്ട് ഗൈസ്. ചൂടുണ്ട്, കറി മോശമായിട്ടുണ്ട്. മാത്രം ആവശ്യമുണ്ട്. എല്ലാവരും കഴിക്കുന്നു. അങ്ങനെ നമുക്ക് എടുക്കാം. നിങ്ങൾ പറഞ്ഞു ഒരു പീസ് മതി. ടേസ്റ്റ് നോക്കട്ടെ, കഴിക്കാം നമുക്ക്. എങ്ങനെയാണോ നോക്കാം. കുഴപ്പമില്ല ഉണ്ടോ? കുഴപ്പമില്ല. ഗൈസ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാണ്ടോ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളുള്ളത്. അതായത് നമ്മൾ യാത്രയാക്കണം. അപ്പോൾ ശരി എന്നാ, ബൈ, സീ യു ഗൈസ്, ബൈ, കാണാം. ശരി എന്നാ, ഓക്കെ. അപ്പൊ ശരി എന്നാ, പോട്ടെട്ടോ. ഓ തീർച്ചയായിട്ടും. എന്താ അവസ്ഥയാണല്ലോ വണ്ടിക്ക് അവസ്ഥ. അതെ നമ്മൾ അതന്നെ തീർച്ചയായിട്ടും വരണേ. നിങ്ങളില്ലേ ഒരു വൈബില്ല, നിങ്ങളില്ലേ വൈബില്ല, വരണേ. നിങ്ങൾ പരിപാടി കിട്ടുമ്പോൾ വിളിച്ചാൽ മതി. വിളിക്കും, വരണേ. എന്തായാലും പറഞ്ഞു കേട്ടോ. എന്റെ നമ്പർ ഉണ്ട്, കുഴപ്പമില്ല, ഗ്രൂപ്പിലുണ്ട്. എടുക്കണേ, മെസ്സേജ് അയക്കണേ. എനിക്ക് ഇവരുടെ രണ്ടുപേരുടെ നമ്പർ ചേട്ടാ, നമ്പറിന് എടുത്തില്ല. മെസ്സേജ് അയക്കണേ. ഉണ്ടോ? സെറ്റ് സെറ്റ് സെറ്റ്. രണ്ട് ഫോണുണ്ടോ? രണ്ട് ഫോണുണ്ട്. അത് നമ്മളെങ്ങനെ പോകുന്നത്? നടന്നാണ് അങ്ങോട്ട് പോകുന്നത്? വണ്ടി കയറിയാണോ പോകുന്നത്? ഇതിനകത്ത് പോയിട്ട് അവിടെ ഇറക്കും തോന്നുന്നു. അങ്ങനെയാണോ? അങ്ങനെയെങ്കിൽ അങ്ങനെ. അങ്ങനെ നമ്മൾ പോവാണ്. വിഷമമുണ്ട്. എല്ലാരും ബൈ പറയൂ. കരഞ്ഞു. കണിക്കുത്തി ഒന്ന് കാണിക്കുത്ത്. ഞങ്ങൾ പോവുകയാണ്. അപ്പൊ ഈ ഗായ്സിലൊക്കെ നമ്മൾ ഇനി എന്നാ കാണണമെന്ന് നമുക്കറിയില്ല. എന്തായാലും എല്ലാരെയും കാണും. വിളിക്കണം, പറയണം. ഓക്കെ.
എന്തോ അപ്പൊ ശരി എന്നാ ശരി ഓക്കെ കാണാട്ടോ അപ്പൊ ശരി 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 ഗൈസ് ശരി എന്നാ ശരി 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 അപ്പൊ എന്നാ ശരി എല്ലാരോടും ടാറ്റാ ബൈ ബൈ ടാറ്റാ ഞാൻ വിളിക്കണേ അപ്പൊ ശരി എന്നാ അയ്യോ വിഷമാവും എന്താ വിഷമം വീടല്ലേ പാട്ട് ഇറങ്ങിയോ ആ അപ്പൊ ശരി ടാറ്റ പറഞ്ഞില്ല നമ്മുടെ മെയിൻ ആളോട് ടാറ്റ പറഞ്ഞില്ല നമ്മുടെ കൂടെ പ്രൊഫഷണലില് നോക്കണം നമ്മൾ അറിയാൻ കഴിഞ്ഞിരിക്കുകയാണ് അതെ അതെ അവരെല്ലാരും ഞാൻ മാത്രം ഉണ്ടാവുള്ളൂ ആണോ ആ ശരി എന്നാ ഞാൻ കൊടുത്തില്ല അയ്യോടാ ക്യൂട്ടായിട്ടുണ്ട് ഞാൻ കണ്ടപ്പോഴേ പറയണമെന്ന് ഓർത്താ നല്ല ക്യൂട്ടനാണ് അവര് വന്നില്ലല്ലോ ആണോ നമ്മുടെ വണ്ടി പോയി ഞങ്ങളുടെ കൂടെ ഇവരുണ്ട് കേട്ടോ കൈസേ നമ്മളെപ്പോഴും ഒരുമിച്ചായിരിക്കും അല്ലേ ഇവര് നമ്മളെപ്പോഴും ഒരുമിച്ചായിരിക്കും കൈസേ അതെ അതെ നമ്മളെന്നും ഒരുമിച്ച് അല്ല മമ്മേ വാ ഗായ്സ് അങ്ങനെ നമ്മളിപ്പോൾ ബസ്സിലാണുള്ളത് അല്ലേ അപ്പോൾ നമ്മുടെ കൂടെ അവരുടെ ബാക്കിൽ ഇരിപ്പുണ്ട് അപ്പോൾ നമ്മളിനി ഓൺ ദ വേ വീട്ടിലേക്ക് പോവുകയാണ് അല്ലേ മമ്മേ ഇനി നമുക്ക് പനമര എത്തി അവിടുന്ന് വേണം നമുക്കിനി അടുത്ത ബസ്സിന് പോകാൻ ബസ്സില്ല നമ്മൾ ഓട്ടോയ്ക്ക് പോകേണ്ടി വരും അല്ലേ നമ്മൾ KSRTC പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും വിട്ടു സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി സത്യം പറഞ്ഞാൽ എത്രയൊരു ദിവസം പെട്ടെന്ന് നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഇടയ്ക്ക് എന്നിട്ട് പെട്ടെന്ന് വീട്ടിലേക്ക് വരുമ്പോൾ നമുക്കൊരു പെട്ടെന്നൊരു വേഷം ഉണ്ടാകാതിരിക്കില്ലേ അതെ അതെ ടെൻഷനും കൂടെ ആയി ബസ്സില്ലാത്തതിൻ്റെ ഒരു ടെൻഷൻ നല്ല ടെൻഷൻ നമ്മളെങ്ങനെ പോകുന്നുള്ള ടെൻഷൻ പിന്നെ കുഴപ്പമില്ല ഓട്ടോ ഉണ്ടാവും അല്ലേ ഓട്ടോ ഉണ്ടാവുമായിരിക്കും പിന്നെ വാതിൽ തുറക്കാത്തവർക്ക് ഡോറ് അതവർ പറഞ്ഞോളൂ അപ്പോൾ നമുക്ക് എല്ലാം ഉണ്ട് ഗായ്സ് അങ്ങനെ നമ്മൾ പനമരത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ അല്ലേ മമ്മേ നമ്മൾ ഇന്നലെയാണോ പനമരത്ത് കലാജാഥ ചെയ്തത് ഇന്നലെയാണോ ചെയ്തേ ആ ഇന്നലെയല്ലേ കലാജാഥ ചെയ്തേ പനമരത്ത് അതെ 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 ഇന്നലെയായിരുന്നു അതെ അയ്യോ ഗായ്സ് ഞങ്ങളുടെ അടുത്തൊരു പെണ്ണിരുന്നു കേട്ടോ മമ്മ അത് കാണിച്ച കാര്യം എന്ന് പറയാ എനിക്ക് അറിയത്തില്ല അതിന്റെ അത് കണ്ടിട്ട് ഞങ്ങള് സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി കാരണം മാറി നിക്ക് വിശ്വസിക്കാൻ പറ്റിയല്ലേ കാലല്ലേ ആ ഞാനുള്ള കാര്യം പറയാം അതെന്തോ ഡ്രഗ്സ് അടിച്ചിട്ട് ആകെ സീനായിട്ടിരിക്കുമായിരുന്നു വാ ഡ്രഗ്സ് അടിച്ചിട്ട് ആകെ അതിനെ തന്നെ അതിന് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ കണ്ണൊക്കെ ചുമന്ന് കൈയൊക്കെ എന്തൊക്കെയോ കാണിച്ച് ഞങ്ങൾക്ക് പേടിയിൽ പോയി ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുമെന്ന് ഓർത്തുപോയി ഞാൻ അതിൻ്റെ വീഡിയോ വിഷ്വൽസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഞങ്ങൾ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അയ്യോ ഒന്നും പറയണ്ട ദൈവം ഇവിടെ ഓട്ടോ ഒന്നും ഇല്ലേ പെട്ടോ ഗായ്സേ ഞങ്ങൾ പനമര ഇറങ്ങി ഇവിടെ നിന്നൊരു ഓട്ടോയ്ക്കാണ് ബസ് ഉണ്ടാവും അമ്മേനി ബസ് ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ് ഇനിയിപ്പം ഓട്ടോ നോക്കണം ഓട്ടോ ഇല്ലെങ്കിൽ അതിനുള്ള കാര്യം നമ്മൾ ബാക്കി ചെയ്യണം അല്ലേ മമ്മേ ഗൈസ് എത്ര മണിക്കാണ് ബസ് എപ്പോഴാണ് ഇനി ബസ് ഉണ്ടോ ഇനി ബസ് ഇല്ലല്ലോ ബസ് ഇല്ലല്ലേ എന്നാൽ ആ ഓട്ടോ തന്നെ ചേരണം എത്ര രൂപയാവും ചോദിക്കണം എന്നിട്ട് വേണ്ടേ പൈസ ചോദിക്കാൻ ഹായ് എന്തൊക്കെ വിശേഷം ജൂനിയർ ആയിരുന്നു ആണോ ഞാൻ കലാജാഥയ്ക്ക് വിട്ട് വീട്ടിലേക്ക് പോവാ നമ്മുടെ വയനാട് ഓർമ്മയുണ്ടായിരുന്നു വയനാട് എവിടെയും പഠിക്കുന്നുണ്ടോ കോഴിക്കോട് അതെയോ ആ ഡിഗ്രിയോ എന്താ പഠിക്കുന്നത് അല്ല ആ ശരി ശരി എന്നാ ശരി ടാറ്റാ ഓട്ടോയ്ക്ക് പോവല്ലേ എന്താ വാങ്ങണ്ടേ നമ്മളിനി എന്ത് ചെയ്യും അമ്മേ ഓട്ടോയ്ക്ക് വേറെ സ്ഥലത്ത് പോകണോ ഓട്ടോ ഉണ്ട്
വണ്ടി അവിടെ ഞാൻ അവിടെ നിന്ന് കടയിൽ സാധനം വാങ്ങി. ഞങ്ങളെ കൊണ്ടുവിടും. ഓ എന്നായിരിക്കും വലിയ സഹായം. ഓട്ടോ ഉണ്ടായിട്ടാണോ അവൻ്റെ ഇങ്ങനെ പറയുന്നത്? എന്തായാലും നല്ല കാര്യമായി ഒന്ന് കടയിൽ ചോദിച്ചത്. ഈ കടയിലൊക്കെ എത്ര മിഠായി വാങ്ങിയെന്ന് പറയുക. ഓട്ടോ എടുത്തിട്ടുണ്ട്. ദൈവമേ നല്ല കാര്യം. വീട്ടിലേക്ക് പോവാണ്. ഓ സമാധാനമായി, ഒരു ഓട്ടോ കിട്ടി ഗൈസ്. നമ്മളെ ഈ ഓട്ടോ സ്റ്റാൻഡിലുള്ള ഓട്ടോ ചേട്ടന്മാരെല്ലാം പറ്റിച്ചു ഗൈസ്. ആദ്യം പറഞ്ഞ് 300, പിന്നെ പറഞ്ഞ് 350 അല്ലേ മമ്മേ? അതെ. അപ്പൊ നമ്മള് എന്തായാലും കടയിൽ വന്നിട്ട് പറ്റിക്കാൻ പാടില്ലല്ലോ. അത് എന്തായാലും അതൊരു കള്ളത്തരാണ്. നമ്മുടെ നാട് അത് തന്നെ. അങ്ങനെ ഭാഗ്യത്തിന് നമ്മൾ കടയിൽ പോയി വഴി ചോദിച്ചു. ചേട്ടൻ ഭാഗ്യത്തിന് ഓട്ടോ ഓടിക്കുന്ന ചേട്ടനായിരുന്നു. അയ്യോ നമ്മള് ഇങ്ങോട്ടാണ്. അവിടെ വീട്ടോട്ടാണോ? എന്തായാലും ശരിയാ. ഭാഗ്യമായി ഗൈസേ നമുക്ക് ഈ ഓട്ടോ കിട്ടിയത്. സത്യം വലിയ ഭാഗ്യം തന്നെ. ഞങ്ങൾ ഭയങ്കര ടെൻഷനുണ്ടായിരുന്നു. എന്താ അവസ്ഥ നമുക്കറിയില്ലല്ലോ അല്ലേ? എന്തായാലും ഇപ്പൊ സത്യം പറഞ്ഞാൽ ശ്വാസം നേരെ വീണിട്ടുണ്ട്. എന്തായാലും നമ്മളെ പറ്റിക്കാൻ നോക്കി, നമ്മൾ പറ്റിക്കൽസിൽ വീണില്ല അല്ലേ? നല്ല കാര്യം. അപ്പൊ നമുക്കിത് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകാം. ഗായ്സേ ഈസ്റ്ററായിട്ട് നിർത്തിയോ പൊട്ടിക്കൽസ്? അടുത്തെത്തിയപ്പോഴേക്കും പൊട്ടിക്കൽ നിർത്തി. നല്ല പടക്കൊക്കെ മുകളിലേക്ക് ഒരു പൊട്ടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മളടുത്തെത്തിയപ്പോഴേക്കും അത് ഓവറായിപ്പോയി ഗൈസ്. അല്ല അടിപൊളി കാഴ്ച നമുക്ക് കാണാമായിരുന്നു. പക്ഷേ അതെ കഴിഞ്ഞു സാരല്ല. നമ്മളിപ്പോൾ എത്തും കേട്ടോ. ഇപ്പം എത്തുവേ. അതോ അയ്യോ ക്യാമറ ആയിട്ടേ നല്ല പടക്കം പൊട്ടുന്നുണ്ട്. ഇഷ്ടമായിട്ട് നമ്മളൊന്നും ചെയ്തില്ല. സാരല്ല, സാഹചര്യങ്ങൾ പലതായി പോയി. നമുക്ക് വിഷു അടിച്ചു വിളിക്കാം അല്ലേ മമ്മേ? വിഷു പൊടി അടിച്ചു വിളിക്കും. ആര്? നിങ്ങൾ അടിച്ചു വിളിക്കും വിഷു. ഒന്ന് പോവാം അമ്മേ, നമ്മൾ അടിച്ചു വിളിക്കും. അറിയത്തില്ല, അതൊന്നും പറയാൻ പറ്റില്ല. അത് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. ശരി എന്നാ പോട്ടെ. ഹായ് ഹലോ ഗായ്സ്, എല്ലാവർക്കും സ്വാഗതം. പറഞ്ഞോണ്ടോ കവള് ചുമന്ന് തിളങ്ങില്ല. കണ്ണ് കലങ്ങിയിരിക്കുന്ന കുഞ്ഞിന്റെ. അയ്യോ മീശുട്ടി വെറുതെ അല്ല കണ്ണ് ഇങ്ങനെ ഇരിക്കുന്ന. അമ്മ വന്ന് അവിടെ കിടന്ന് കാണുന്നേ. അയ്യോ അതെ 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 അതെ. അമ്മേ ഞങ്ങളെ കണ്ടിട്ട് അത്ഭുതമുണ്ടോ? ഇത് മൊമെന്റോ പിടിച്ചെന്ന് കിട്ടിയ സമ്മാനം രണ്ടും പിടിക്കണം. ക്യാമറ ഏതോ വഴിച്ചോ. അല്ല ഇവിടെ പൈങ്കിളിന്ന് പറഞ്ഞിട്ടുള്ള ഒരാളൊന്നും ഇല്ലേ? ആണോ? അയ്യോ മമ്മയൊന്ന് പിടിച്ചാലോ. കൊച്ചിന്ന് കല്യാണത്തിനൊക്കെ പോയി, കൊച്ചിന്റെ ഫ്രണ്ടിന്റെ ചേച്ചീന്റെ. ഇത് പരിവാര എവിടെ പോയി? എടാ കുത്തി മണിയേ, എന്നെ കുത്തി മണിയേ. എന്റെ ദൈവമേ എത്ര നാളെ കുത്തി വന്നു കന്നത്തൊന്ന്. ദൈവമേ അതിന്റെ കണ്ണൊക്കെ കാങ്ങിയേക്കുന്ന കുത്തി മണിയേ. എന്റെ കുത്താടി മണിയെ വിഷമിക്കണ്ട കേട്ടോ. ആന കാലം കോയോ കുഞ്ഞ് കുത്തിമണി. ഞങ്ങൾ കാണുന്നത് കാലം കോയോ. കുത്തിമണിയെ നാളെ പുഴയെ കൊണ്ട് ഞങ്ങൾ കുളിപ്പിച്ചു. കുഞ്ഞു മണിയേ നോക്കമ്മേ കണ്ണ് നിറഞ്ഞു വന്നു. എവിടെ മീജാണോ മേജാണോ മാജയാണോ പോജയാണോ? മീജാണോ മീജാണോ മാജയാണോ പോജയാണോ? അതാരാ? തെമ്മാണോ? എന്റെ ദൈവമേ. എന്റെ ഗായ്സേ അറ്റ്ലാസ്റ്റ് നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ട്. അമ്മച്ചി ഹലോ ഹലോ ഹലോ. നിനക്കില്ല അന്നേരം ഉണ്ട്, ഞങ്ങൾ രണ്ടുപേർക്കുണ്ട്. മോൻ്റെ നാളുകൾക്ക് ശേഷം വീട്ടിലെത്തിയ ഒരു ആരവമാണ്, സന്തോഷമാണ് കാണുന്നത്. വേറെ ഒന്നും ഓർക്കുന്നത്
അപ്പൊ വീട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങള് മൊമെന്റോ ഒന്ന് പിടിച്ച്. ഹലോ ഇത് നല്ല രസമില്ലേ മൊമെന്റോ ആണ്? രസമില്ലേ? ഇത് മമ്മേന്റെ മൊമെന്റോ ആണ് ഗൈസ്. സത്യം നല്ല. മമ്മ എന്റെ കൂടെ എടുക്കാം അമ്മച്ചി. തുറന്നു നോക്കാം അമ്മച്ചി. മമ്മ അത് പിടിച്ചിങ്ങ് വന്നേ. അപ്പൊ മോസ്റ്റ് ആയിട്ട് ഞങ്ങൾ ഇനി ഡ്രസ്സൊക്കെ മാറി ഒന്ന് കുളിച്ചിട്ടേ ഇനി ബാക്കി പരിപാടിയുള്ളൂ. അത്രയ്ക്ക് മുഷിഞ്ഞ് അപ്പൊ ഞങ്ങൾ അങ്ങനെ എല്ലാം റെഡിയാക്കി ഉറങ്ങാൻ പോവാണ്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് അവരും കൊണ്ടുവിടും. അടുത്ത വീഡിയോയിൽ കാണാം.